എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബിരിയാണി റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ജീരകശാല റൈസാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ എടുക്കണമെന്നില്ല. ബിരിയാണി വെക്കുന്ന ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ ബിരിയാണി റൈസൊക്കെ കുറച്ച് നേരം ഒന്ന് കുതിർത്തിയെടുക്കാറില്ലേ? പക്ഷെ നമ്മൾ ഈ പായസം റെഡിയാക്കി എടുക്കാനായിട്ട് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇല്ലാതെ തന്നെ നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഊറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ദാ ഇതുപോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. പിന്നെ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ നമുക്കറിയാലോ ബിരിയാണി റൈസൊക്കെ ആയതിൻ്റെ പേരിൽ വേഗം തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അടച്ച് വെക്കുമ്പോൾ ഈ കുക്കറിൽ നമ്മൾ വെയിറ്റ് വെക്കരുത് ട്ടോ. അല്ലാതെ തന്നെ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം ട്ടോ അടച്ച് വെക്കാനായിട്ട്. കണ്ടോ ഇതേപോലെ ഒന്ന് അടച്ച് വെക്കുക. ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൽ ആവി വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് വേണം കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ ആവി ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ ആവി വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഇപ്പം തന്നെ ഇത് ഓപ്പൺ ചെയ്യരുത്. ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ അടച്ച് വെക്കുക. 5 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. കണ്ടോ ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കണ്ടോ അതിലെ വെള്ളം എല്ലാം വറ്റി നല്ല രീതിയിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പായസം റെഡിയാക്കി എടുക്കാനായിട്ട് കുക്കറിൽ നിന്ന് ഒരു പാനിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുന്നത് കുറച്ച് വലിയ കുക്കറിലാണെങ്കിൽ ഇത് കുക്കറിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനപ്പോൾ ഇതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. ഇനി 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ആവി വരാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ 3/4 കപ്പ് ഷുഗറാണ് ട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാലെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് ഈ പായസം ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തു. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ കാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടോ ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ ചൂടാക്കി എടുക്കുക. ഈ ഷുഗർ എല്ലാം മെൽറ്റായിട്ട് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കാം.
ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ ഷുഗർ എല്ലാം മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഷുഗർ കാരമൽ റെഡിയാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് ഡാർക്ക് കളർ ആവരുത് കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിന് ചെറുതായിട്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ നോക്കിയേ ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന പായസമില്ലേ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഷുഗർ നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കളർ തന്നെ മാറിക്കിട്ടും. അതുപോലെ തന്നെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കാരമൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ കട്ട പോലെയൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമില്ല കേട്ടോ. നമ്മളിത് ചൂടാക്കുന്നതനുസരിച്ചിട്ട് ഇത് മെൽറ്റായിട്ട് വന്നോളും. നമ്മൾ പാലടയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ചെറിയൊരു പിങ്ക് കളർ വരാറില്ലേ? അതേപോലെ നമുക്കിങ്ങനെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി കുറച്ച് നേരം കൂടെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ പായസം ദാ ഇവിടെ ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല മണവും രുചിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിത് ജീരകശാല റൈസിലല്ലേ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമ്മളിങ്ങനെ ഓഫ് ചെയ്തിട്ട് വെക്കുമ്പോൾ പിന്നെ ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കാഷ്യൂസ് റൈസൻസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ദാ കുറച്ച് കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസ് എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് റൈസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ നെയ്യോട് കൂടി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസല്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ പായസം നോക്കിയേ നല്ല രീതിയിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഞാൻ ദാ ഇതുപോലെ ബൗളിലാണ് ട്ടോ ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാഷ്യൂസ് റൈസൻസും ഒന്ന് ഷുഗർ കാരമൽ ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ സമയം മതിയല്ലോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.